സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം തലസ്ഥാന നഗരിയെ ഒരു യാഗഭൂമിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസരത്തിലും ഒതുങ്ങി നിന്നിരുന്ന പൊങ്കാല ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ 101 കോർപ്പറേഷൻ വാർഡുകളിലേക്കും വ്യാപിച്ചൊരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിനകത്തു നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഉത്സവം പ്രമാണിച്ച് വന്ന ആളുകളുമൊക്കെ പല സ്ഥലങ്ങളിലും കാണാനിടയായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹ അഭിലാഷങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടാണ് പൊങ്കാല മഹോത്സവത്തെ അവർ നോക്കിക്കാണുന്നത്. നഗരത്തിൻ്റെ പല ഭാഗത്തും കനത്ത വെയിൽ ഏറ്റ് പൊങ്കാല ഇടുന്ന സ്ത്രീകളെ നമുക്ക്, സഹോദരിമാരെ, അമ്മമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ഏരിയയിലെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന സഹോദരിമാരുടെ അമ്മമാരുടെ ഇടയിലാണ്. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ പ്രസ്ഥാനമാണ്. പൊങ്കാല മഹോത്സവ കാലത്ത് മാത്രമല്ല, മറ്റെല്ലാ കാലങ്ങളിലും നമ്മുടെ നാട്ടിലെ അശരണരും ആലംബഹീനരും ദുരിതം പേറുന്നവരും ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അസോസിയേഷൻ നടത്താറുള്ളത്. ഇന്നിപ്പോൾ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാർക്കൊക്കെ തന്നെ, സഹോദരിമാർക്ക് എല്ലാ സൗകര്യങ്ങളും അസോസിയേഷൻ നേതൃത്വം ചെയ്തു കൊടുക്കുന്നുണ്ട്. അസോസിയേഷൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ ചേന്തി അനിലും സംഘവും ഇക്കാര്യത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല പങ്കിനെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രശംസിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആകെ ഒരു സങ്കടം എന്ന് പറയുന്നത്, എല്ലാ കാലത്തും അനിയോടൊപ്പം അനിയുടെ ഭാര്യ സിനി എപ്പോഴും ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകുമായിരുന്നു. ഇപ്രാവശ്യം അകാലത്തിൽ അവർ നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. ആ ഒരു സങ്കടം സ്വാഭാവികമായിട്ടും അവരെയും ഈ ഉത്സവകാലത്തെ ഒരുക്കങ്ങളെയും തിരിച്ചറിയാവുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാകും. എൻ്റെ മനസ്സിലും അത് അലയടിച്ചു വരുന്നുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാൻ എത്തിച്ചേർന്ന എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ അർപ്പിച്ച് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മഹോത്സവത്തിന് എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.